കൊച്ചി ചെല്ലാനത്ത് അതിരൂക്ഷമായി കടലേറ്റം. ചെല്ലാനം കൊച്ചി തീരത്ത് കരിങ്കൽ ഭിത്തിയും ടെട്രോപോഡും സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ജനരോക്ഷം. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് ചെല്ലാനത്ത് ഇന്ന് ഹർത്താൽ. ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശ പാത ഉപരോധിക്കുമെന്ന സമരസമിതി. വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. ദിവസമായി ഈ കളി തുടക്കുന്നത്. ഇത് ഒരു നൂറ്റാണ്ട് ചേർന്ന 100 വർഷത്തെ ചതിയുടെ കഥയാണിത്. കൊച്ചി പോർട്ട് ട്രക്കിംഗ് തുടങ്ങിയ 1924 തുടങ്ങിയ ഈ ചതിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. 100 വർഷമായി ട്രക്കിംഗ് തുടങ്ങിയിട്ട് ഇത് കളിയല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങൾ ഈ കളി നിർത്താൻ പോലില്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കും, കിടക്കും, ഇവിടെ ജീവിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യോ, ലാത്തിചാർജ് ചെയ്യോ, വെടിവെക്കാം. എബി, ഈ ചെല്ലാനത്തെ ഈ കടലേറ്റവും അതുപോലെ തന്നെ പ്രതിഷേധവും ഒക്കെ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല. വർഷങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. അതുപോലെ തന്നെ വർഷങ്ങളായി ഇവർ പ്രതിഷേധം നടത്തുന്നുമുണ്ട്. പക്ഷേ സർക്കാരോ അല്ലെങ്കിൽ അധികൃതരോ ഈ ഒരു കാര്യത്തിൽ അവർക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അവർ പറയുന്നത്? അതുപോലെ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഭദ്ര, ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ സമരമാണ്. ഈ റോഡ് തടഞ്ഞുള്ള സമരം അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പലകുറി എത്തിയെങ്കിലും ഇത് തങ്ങളുടെ ജീവിതമാണ്, അത് ജീവിത സമരമാണ് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഈ സമരം തുടരുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഭക്ഷണം പാകം ചെയ്ത് ഇവിടെ തന്നെ ജീവിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് തന്നെ തങ്ങൾ പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് എന്നുള്ള തീരുമാനമാണ് ഇവർ വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 1713ാമത്തെ ദിവസമാണ് ഈ സമരം നടക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം എത്രയുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് വ്യക്തത വരേണ്ടതാണ്. അത് അധികാരികൾക്ക് ബോധ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അതിലേക്കൊന്നും തന്നെ അധികാരികളുടെ ചെവി ചെല്ലുന്നില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ണമ്മാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ അടിയന്തരമായി ടെട്രാപോഡുകൾ സ്ഥാപിച്ച് അവിടെ പുലിമുട്ടുകൾ നിർമ്മിക്കണം, കടൽ ഭിത്തികൾ തീർക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ അവർ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക്, ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോകാനുള്ള തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. പല തവണ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഇവർക്ക് നൽകിയിട്ടുണ്ട് അധികാരികൾ. പക്ഷേ അതൊന്നും തന്നെ പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക്, തെരുവിലേക്ക് ഇറങ്ങി തന്നെ പ്രതിഷേധം നടത്താൻ ഇവർ നിർബന്ധിതരായതും. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. ഇവർ ഒരു തരത്തിലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല. അധികാരികൾ ആരെങ്കിലും, കാരണം 2.5 മണിക്കൂറോളം, 6 മണിക്ക് ആരംഭിച്ച സമരമാണ്, ഇതിപ്പോൾ 3 മണിക്കൂർ സമരം പിന്നിട്ടിരിക്കുന്നു. ഈ സമയം വരെയും ഇത്തരത്തിലുള്ള സമരം, ഇവിടെ റോഡ് ഉപരോധിച്ചുള്ള സമരം നടന്നിട്ട് പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ആരുടെയും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ 3 മണിക്കൂർ സമരം ഇന്നത്തെ മാത്രമാണ്. 1713 ദിവസമായി ഇവിടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 1713 ദിവസമായിട്ട് ഞങ്ങൾ ഒരു മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്: ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ കടലാക്രമണത്തിന് പരിഹാരം കാണുക എന്നുള്ളത്. അത് സമരത്തിന് അതിന് പല ഘട്ടങ്ങളിൽ പല രീതിയിൽ ഞങ്ങളിപ്പോൾ 3 സമരപ്പന്തലുകളിലായിട്ട് സ്ഥിരമായി സമരം നടത്തിക്കൊണ്ടിരിക്കും. ഇന്നാണ് ഞങ്ങൾ ഇതുവരെ റോഡ് ഉപരോധം നടത്തിയിട്ടില്ല. ഇന്നാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് റോഡ് ഉപരോധം നടത്താൻ കാരണം സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പണിയിനി ബാക്കി നടക്കേലെന്നാണ്. കോടതിയിൽ കൊടുത്തിരിക്കുന്ന കത്ത് പ്രകാരം ഇവിടെ പണിയിനി നടക്കേലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് കടക്കുകയാണല്ലോ. ഇനിയിപ്പോൾ പോലീസുകാർ അല്പസമയം മുമ്പ് നമ്മൾ പറയുന്നത് കേട്ടു, നിങ്ങൾ 2.5 മണിക്കൂർ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്, ഇത് അവസാനിപ്പിക്കണം, ബാക്കിയുള്ള ആളുകളുടെ വഴി നടക്കാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്? അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഒന്ന്, പോലീസ് പറഞ്ഞത് 2.25 മണിക്കൂറായി ഈ കളി തുടങ്ങിയിട്ടെന്ന്. ഞങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് 1713 ദിവസമായി. 2019 ഒക്ടോബർ 28-ാം തീയതി ആരംഭിച്ച സമരമാണ്. അതല്ലാതെ ഈ 2.25 മണിക്കൂറല്ല. ഞങ്ങൾ ഇനി ഈ പ്രശ്നം പരിഹരിച്ചിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ. അതല്ലാതെ വേറെ മാർഗമില്ല. അതല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുകയോ ലാത്തിചാർജ് ചെയ്യുകയോ വെടിവെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇതിനകത്ത് ഇപ്പോൾ സമരത്തിന്റെ ഒരു ഒത്തുതീർപ്പിലേക്ക് വരണമെങ്കിൽ എന്ത് തരത്തിലുള്ള നിബന്ധന നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? ആരുമായിട്ട് സംസാരിക്കും? മന്ത്രിമാരുടെ ഉറപ്പ്. മന്ത്രിമാർ ഇവിടെ വന്ന് ഉറപ്പ് തരണം. അത് ഒന്നൊക്കെ എറണാകുളത്തിന്റെ ചാർജുള്ള പി രാജീവ്, അല്ലെ റോഷി അഗസ്റ്റിൻ, ഈ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, അല്ലെ മുഖ്യമന്ത്രി,
ഇതല്ലാതെ അതിൽ കുറഞ്ഞ് കളക്ടറൊന്നും ഞങ്ങൾക്ക് കാണുകയും വേണ്ട, ഞങ്ങൾ സംസാരിക്കാനും ഇല്ല. ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള കടൽ കയറ്റം മിക്ക ദിവസങ്ങളിലും നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആളുകൾ നമുക്ക് പങ്കുവെക്കുന്നുണ്ട്. ഈ കടൽ കയറുവാണ്, വൈകുന്നേരത്തോടെ ഒരു ഉച്ചയോട് കൂടി കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രം ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകാൻ കാരണം ഇവിടെ വരാൻ കാരണം ഇപ്പൊ ചെല്ലാനത്തൊരു പദ്ധതി വന്നല്ലോ, 344 കോടി രൂപയുടെ പദ്ധതി വന്നപ്പോൾ 6 പുലിമുട്ട് അവിടെ ഇട്ടു. ഈ പുലിമുട്ടിട്ട് കഴിഞ്ഞാൽ പുലിമുട്ടിന്റെ വടക്കുവശത്തെ മണ്ണ് ആഴം കൂടും, തെക്കുവശത്ത് മണൽ നിക്ഷേപം ഉണ്ടാവും. അപ്പൊ ഈ പുലിമുട്ടിട്ടത് ഈ കണ്ണമാലിയുടെ തെക്കുവശത്ത്, കണ്ണമാലിയുടെ ഈ പറയുന്ന ഈ പുലിമുട്ടിന്റെ വടക്കുവശമായ ഇവിടെ കടലിൽ ആഴം കൂടുമ്പോ തിരമാലയുടെ ഉയരം കൂടും, ശക്തി കൂടും, പ്രകടശേഷി കൂടും. ഈ വാവ് തൊട്ട് അഷ്ടമി വരെ, വാവ് കഴിഞ്ഞ് 8-ാം ദിവസം അഷ്ടമി, അത്രയും ദിവസം കടൽ കയറും. ഇന്ന് കടൽ കയറേണ്ടതാണ്, കടലിൽ വടക്കന്നീരായതുകൊണ്ടാണ്. ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ കടലിൽ വീണ്ടും കയറും. അതാണ് നിലവിലുള്ള അവസ്ഥ. ഈ ഇവിടെ നമ്മൾ ആദ്യമേ ചോദിച്ച സമയത്തൊക്കെ പറഞ്ഞു ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന വൃദ്ധമന്ദിരം ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ശ്രദ്ധയിലേക്ക് ഇവരെ അധികാരികളിലേക്ക് എത്തിക്കാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ല, ഈ വൃദ്ധസദനം മാത്രമല്ലല്ലോ, വൃദ്ധസദനത്തിൽ ഈ CMS എന്ന് പറയുന്ന കാട്ടിപ്പറമ്പിനും ചെറിയടവിനും അടക്കമുള്ള CMS-ലാണ് വൃദ്ധസദനം ഉള്ളത്. ഈ ആരും നോക്കാനില്ലാത്ത 35ഓളം വൃദ്ധന്മാരാണ് അവിടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീടുകളിലെല്ലാം വൃദ്ധന്മാരുണ്ടല്ലോ, അവരെ വീട്ടുകാരെ നോക്കുന്നുണ്ട്. ആ വൃദ്ധന്മാരും രോഗികളും വികലാംഗരായിട്ടുള്ളവരും എല്ലാം ഇവിടെ ജീവിക്കും. ഈ കടല് കയറി വെള്ളം വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ഒരാൾക്കും ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല. സ്വന്തം മകനാണെങ്കിൽ പോലും അമ്മയെയും അപ്പനെയും രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഒഴുക്ക്. അപ്പൊ ഈ അവസ്ഥയിൽ ഇതുണ്ടാകാതിരിക്കുകയാണ് ഇതിവിടെ ചെയ്യേണ്ടത്. അതിന് ഈ ഇവിടെ മണൽ നിക്ഷേപം വരണം. കല്ലിന്റെ പടിഞ്ഞാറ് വശത്ത് തീരക്കടലിൽ മണൽ നിക്ഷേപം വന്നാലേ ഇവിടെ പരിഹരിക്കാൻ പറ്റും. ശക്തമായിട്ടുള്ള സമരം എന്തായാലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കാരണം ഈ വിഷയം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെ ആയിട്ടുണ്ട്. കുറെ നാളുകളായിട്ടുള്ള സമരത്തിലാണ്. വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയുള്ള നടപടികളിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഈ റോഡ് ഉപരോധ സമരത്തിലേക്ക് ആദ്യമായിട്ട് കടക്കുകയാണ്. ഈ നടപടി ഇനിയിപ്പോ എങ്ങനെയാണ്, ഇതൊരു പ്രതീക്ഷ വെക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രതീക്ഷ ഇനി എങ്ങനെയാ വെക്കുന്നത്? ഇനി അധികാരികളുടെ ഭാഗത്തിന്റെ ഇടപെടൽ വളരെ വേഗം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷേനേക്കാൾ അപ്പുറത്ത് നമ്മുടെ തീരുമാനമാണ് ഉള്ളത്. കാരണം അധികാരികളുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടുന്നത് വരെ നമ്മൾ ഈ റോഡിൽ തന്നെ ഉണ്ടാവും. എങ്ങനെ മാറ്റാൻ ശ്രമിച്ചാലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ കാലങ്ങളായി ഈ ദുരിതം അനുഭവിച്ചു തുടങ്ങിയിട്ട്. കണ്ണമാലിൽ നിന്ന് സ്ഥിരമായിട്ട് നമുക്ക് ഇങ്ങനെ വിഷൽ വരുന്നത് പറഞ്ഞാൽ കടലിങ്ങനെ കയറി വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു വിഷലാണ് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പകൽ സമയങ്ങളിലൊക്കെ തന്നെ കിട്ടാറുണ്ട്. അത് സ്ഥിരമായിട്ട് കണ്ണമാലിയിൽ മാത്രം. അപ്പം ബാക്കിയുള്ള ചില സ്ഥലങ്ങളിൽ, അത് ഈ ഒരു പ്രദേശത്ത് മാത്രമേ, ഈ ഇടപ്രദേശത്ത് മാത്രമേ അത്തരത്തിലുള്ള പ്രശ്നമുള്ളെന്ന് തോന്നുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ പുലിമുട്ട് നിർമ്മിക്കലും ഈ ടെട്രാപോഡ് ഉപയോഗിച്ചിട്ടുള്ള കടൽ ഭിത്തി നിർമ്മാണമൊക്കെ നടന്നിട്ടുണ്ടല്ലോ. ഇവിടെ മാത്രം എന്താണ് അങ്ങനെ വരുന്നത്? വാസ്തവത്തിൽ എല്ലാ ഇടങ്ങളിലും കടൽ കയറ്റമുണ്ട്. പക്ഷെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളാണ്. നേരത്തെ കമ്പനിപ്പടിയായിരുന്നു, ചെല്ലാനം കമ്പനിപ്പടിയായിരുന്നു. അവിടെ സമരം തുടങ്ങി ഒരു 1.5 വർഷം 2 വർഷം ആയപ്പോഴാണ് അവിടെ ടെട്രാപോഡ് കടൽ ഭിത്തി വന്നത്. പക്ഷെ അതും അവർ ഈ തീരത്തെ, അതായത് ചെല്ലാനം തീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള ഒറ്റ റീച്ചാണ്. ആ റീച്ചിനെ അവർ ഡിവൈഡ് ചെയ്തിട്ട് പകുതി സ്ഥലങ്ങളിൽ, അതും തെക്ക് വശത്ത് ആണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്ക് വശത്ത് നിർമ്മിതി വന്നാൽ വടക്ക് വശം പൂർണ്ണമായിട്ടും തകരും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ആ സമയങ്ങളിൽ, ആ കാലങ്ങളിൽ കണ്ണമാലിയിലോ പുത്തൻതോടോ കടൽക്കയറ്റം ഉണ്ടായിരുന്നില്ല. അവിടെ പദ്ധതി വന്നതിന് ശേഷം പുത്തൻതോട് മുതൽ കണ്ണമാലി മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ രൂക്ഷമായിട്ട് കടൽക്കയറ്റം ഉണ്ടായി. പക്ഷെ അപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും കടൽക്കയറ്റത്തിന് മാധ്യമങ്ങൾ വന്നത് കണ്ണമാലിയിലാണെങ്കിലും ചെറിയ കടവ്, മറ്റ് കാട്ടിപ്പറമ്പ്, നോർത്ത് കാട്ടിപ്പറമ്പ്, സൗദി, ഈ പ്രദേശങ്ങളിലൊക്കെ രൂക്ഷമായിട്ടുള്ള കടൽക്കയറ്റം ഉണ്ട്. പക്ഷെ കൂടുതൽ വീടുകൾ തകർന്നത് കണ്ണമാലിയിലാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ആളുകൾ വരുന്നു. അത്രയേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. ദുരിതം അനുഭവിക്കുന്നത് വളരെ തുല്യമായിട്ടുള്ള ദുരിതം ഈ തീരത്തുള്ള ആളുകൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിഹാരം കണ്ണമാലിയിൽ മാത്രമായിട്ട് നിൽക്കേണ്ട ഒന്നല്ല, അത് ബീച്ച് റോഡ് വരെയുള്ള തീരത്തേക്ക് ഒറ്റക്കെട്ടായിട്ട് നടത്തേണ്ടതാണ് പരിഹാരം. അത് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ കൊച്ചിൻ പോർട്ട് ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് നമ്മുടെ തീരത്തേക്ക് അടിക്കുക, അതേ വേണ്ടുള്ളൂ. അതിന് ഒരുപാട് കോടികളുടെ ആവശ്യവുമില്ല. പക്ഷേ ഈ വളരെ കാര്യമായിട്ട് നമ്മൾ പ്രസംഗം കേട്ടിരുന്നു. ശക്തമായിട്ട് തന്നെ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ശാശ്വത പരിഹാരം വന്നിട്ട് തീരം സംരക്ഷണം എന്നുള്ളതാണ് തന്നെയാണല്ലോ. അപ്പോൾ അതിലേക്ക് എത്താനായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഈ പ്രശ്നത്തിന് കാരണം എന്താ? ഈ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പരിഹരിക്കാന്നുള്ളതാണ് വേണ്ടത്. ഈ പ്രശ്നം പോർട്ടിന്റെ ഡ്രഡ്ജിങ്ങും അതിന്റെ അനുബന്ധ പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ആ ഡ്രഡ്ജിങ് നിർത്തി കഴിഞ്ഞാൽ പോർട്ട് അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ ഡ്രഡ്ജിങ് നടത്താതിരിക്കാൻ പറ്റില്ല.
ഇപ്പൊ ഈ പോർട്ടിന്റെ കപ്പൽച്ചാല് വന്നപ്പോൾ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ തീരത്തിന്റെ പോഷണത്തിന് ആവശ്യമായ മണ്ണ് ഇങ്ങോട്ട് എത്തുന്നത് പോർട്ടിന്റെ കപ്പൽച്ചാല് തടയുന്നു. രണ്ടാമത്തത്, ഈ പോർട്ടിലൂടെ വരുന്ന വെള്ളം കുത്തൊഴുക്ക് ഈ തീരക്കടലിലെ ഒഴുക്കും തമ്മിൽ കൂട്ടിയിടിച്ച് അത് ഒരു ചുഴിയായിട്ട് ഈ തീരത്ത് കറങ്ങുകയാണ്. അപ്പൊ ആ കറക്കത്തിൽ ഇവിടുത്തെ മണ്ണ് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ ഈ മണ്ണ് തിരിച്ച് ഇങ്ങോട്ട് തീരത്തേക്ക് വരുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്ന മണ്ണ്. ആ മണ്ണ് കപ്പൽച്ചാലിൽ അവസാനിക്കുന്നു. ആ കപ്പൽച്ചാലിൽ നിന്ന് പോർട്ട് ഡ്രഡ്ജ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. ആ മണ്ണ് നമ്മുടെ തീരത്ത് കൃത്രിമമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇത് പരിഹരിക്കാനുള്ള വഴി. അത് ആ മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് അടിക്കുകയും ഒരു തീരം കൃത്രിമമായിട്ട് പുനർനിർമ്മിക്കുകയും ആ മണ്ണ് വീണ്ടും ഒഴുകി പോകാതിരിക്കാൻ മറ്റേ പുലിമുട്ടിടുകയും ചെയ്യണം. ഭയങ്കര ഒരു ഹിമാലയൻ ടാസ്ക് ആയിട്ട് ഉള്ളൊരു പ്രശ്നമാണോ, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഹെർക്കൂലിയൻ ടാക്സ് പോലെ പറയുന്ന പോലെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത്? വാസ്തവത്തില് ഇപ്പോ തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആധുനികമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇതുപോലെ തീരം പുനർനിർമ്മിക്കലാണ്. അപ്പൊ അവിടെയൊക്കെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഴക്കടലിൽ നിന്ന് മണ്ണ് കുഴിച്ചെടുത്തിട്ട് ആ മണ്ണ് തീരത്തേക്ക് പമ്പ് ചെയ്തിട്ടാണ് തീരം ഉണ്ടാക്കുന്നത്. അത് വളരെ ചെലവേറിയ ഒരു പ്രക്രിയയാണ്. പക്ഷെ ഇവിടെ നമുക്ക് വളരെ ലളിതമായിട്ട് ചെലവില്ലാതെ തന്നെ ഇത് നടപ്പിലാക്കാൻ കഴിയും. കാരണം പോർട്ട് ഈ മണ്ണ് ഓൾറെഡി ഡ്രഡ്ജ് ചെയ്തിട്ട് ഇത് പുറംകടലിൽ കൊണ്ടേക്ക് തള്ളുകയാണ്. അതിവിടെ അടിച്ചാൽ മതി. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പുലിമുട്ടിടണം. പുലിമുട്ടിടണമെങ്കിൽ അതിനിപ്പോൾ വലിയ ചെലവിന്റെ ആവശ്യമില്ല. ഈ ജിയോ ട്യൂബ് കൊണ്ടുള്ള പുലിമുട്ട് മണ്ണ് നിറച്ചിട്ട് കടലിൽ വെള്ളത്തിൽ താഴ്ന്നു നിൽക്കുന്ന വിധത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പുലിമുട്ടായിട്ട് അത് പ്രവർത്തിക്കും. അപ്പൊ ആ മണ്ണ് അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. അപ്പൊ ഇതിന് ആകെ 8 കോടി രൂപയായിട്ടാണ് 132 പുലിമുട്ട് ജിയോ ട്യൂബിന്റെ ഇടാനായിട്ട് വേണ്ടി വരിക എന്നാണ് സർക്കാരിന്റെ തന്നെ കണക്ക്. കടൽ ഭിത്തിക്ക് വേണ്ടിയിട്ട് അവർ കണക്കാക്കിയത്. അത് കരയിലാണ്. കടലിലാണെങ്കിൽ കുറച്ചുകൂടി കാശ് കൂടുകയാണെങ്കിൽ പോലും ഒരു 25 കോടി 30 കോടിക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഒരു സംഭവം നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ കാലങ്ങളായിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത് അല്ലേ. എന്തായാലും ശക്തമായിട്ടുള്ള സമരം ഇവിടെ സ്ത്രീകളായിട്ടുള്ള പ്രായമായിട്ടുള്ള അമ്മച്ചിമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഈ സമരപ്പന്തലിൽ ഉണ്ട്. ഇവർ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ റോഡ് ഉപരോധ സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്ര നാളായി ഇങ്ങനെ ഈ സമരവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു? എത്ര നാളായിട്ട് നിൽക്കുക പറഞ്ഞു? പറയൂ, ഇത് നമ്മുടെയൊക്കെ പ്രശ്നങ്ങളല്ലേ, പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പറയണം. 1713 ദിവസമായി. ഞങ്ങൾക്കിനി സർക്കാരിനോട് ഞങ്ങളുടെ പരാതികളോ കഷ്ടതകളോ ഒന്നും പറയാനില്ല. ഞങ്ങളുടെ തീരം സംരക്ഷിക്കുന്നതുവരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ട് പോകും. അത്രേ പറയാനുള്ളൂ. ഇനി ഞങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ ഇനി നാണം കെടണില്ല. മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാ എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. ഞങ്ങൾക്കിനി ഒന്നും പറയാനില്ല. ഞങ്ങളുടെ തീരം സംരക്ഷിക്കുക. തീരം സംരക്ഷിക്കുന്നതുവരെ ഈ തീരജനത ഇവിടെ തന്നെ ഇരിക്കും. സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള നിലപാട് തന്നെ അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ സമരം ഇത്തരത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് കഴിഞ്ഞ 1700 ദിവസത്തോളമായിട്ട് ഇവിടെ സമരം തുടരുകയല്ലേ. അപ്പോ ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ റോഡ് ഉപരോധിച്ച് സമരം ചെയ്യുന്നു. അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ് 2.5 മണിക്കൂറായിട്ട് നിങ്ങൾ റോഡ് ഉപരോധിക്കുകയാണ്, പിരിഞ്ഞു പോകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു ദുരിതമുണ്ടല്ലോ, അതിനെ എങ്ങനെയാ അപ്പോൾ ഈ ഒരു സമരം ഇതിലൂടെ തന്നെ നമുക്ക് ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട്? ആ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ സമരം ഈ പരിഹാരം കാണുന്നത് വരെ അതത്രേ ഉള്ളൂ. അപ്പോൾ ശക്തമായിട്ടുള്ള പരിഹാരം അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള പരിഹാരം ലഭ്യമാകുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് സമരവുമായി പോവുക എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഇന്ന് വെളുപ്പിന് 6 മണിയോടുകൂടിയാണ് റോഡ് ഉപരോധ സമരം ആരംഭിച്ചത്. പക്ഷേ കഴിഞ്ഞ 1713 ദിവസമായി ഇവർ ഈ സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഈ സമരത്തിൽ തുടരുന്ന സാഹചര്യമാണ്. ഈ തീരം മുഴുവൻ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. കണ്ണമ്മാലി മാത്രമല്ല, ബാക്കി ഈ തീരസംരക്ഷണം പൂർണ്ണമായും തന്നെ പൂർത്തിയാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തണം. അല്ലെങ്കിൽ അത് ആ നിലയ്ക്ക് അതിന്റെ പൂർത്തീകരണം എത്തിയെങ്കിൽ മാത്രമേ ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ എന്നും ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. കോടികളുടെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഒരു തരത്തിലും അതൊന്നും തന്നെ പ്രാവർത്തികമാകാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഇനിയിപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ തങ്ങൾ വിശ്വസിക്കുന്നില്ല, മറിച്ച് നടപടികളാണ് വേണ്ടതെന്നവർ ആവർത്തിച്ച് പറയുക. അതെ, തീർച്ചയായും മെബി. എന്തായാലും 1700 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളല്ല. ഇതും വർഷങ്ങളാണ്. 3-3.5 വർഷത്തിന്റെ പ്രതിഷേധമാണ് ഇപ്പോഴും
ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എബി, മറ്റൊരു കാര്യം കൂടി പറയട്ടെ, അതായത് ഇവർ ടെട്രാപോഡ് വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് നിലവിൽ കുറച്ച് ഭാഗത്ത് ഇത് ഉണ്ട്, പക്ഷേ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കണം എന്ന് അവർ ആവശ്യപ്പെടുകയാണ്. അതായത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എനിക്കിപ്പോൾ അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിലുള്ളത് കുറച്ച് ഭാഗത്ത് മാത്രമാണ്, ബാക്കിയില്ല എങ്കിൽ ആ ഭാഗത്ത്, അതായത് ഭിത്തി ഇല്ലാത്ത ഭാഗത്ത് കടൽ ക്ഷോഭം രൂക്ഷമാകും എന്നുള്ളതാണ്. തീർച്ചയായും 2023 റോഷി അഗസ്റ്റിൻ ഇവിടെ നേരിട്ട് വന്ന് ഇതിലുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നുള്ള കാര്യത്തിൽ പറഞ്ഞിരുന്നത്. അതിനുശേഷം പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ്. ഈ 2023 പറഞ്ഞിരുന്ന 230 കോടി രൂപയുടെ പദ്ധതിക്കുള്ള നടപടിക്രമങ്ങൾ അതിന് സാങ്ഷൻ ആയിട്ടുണ്ട്. പക്ഷേ അതിനെ തുടർന്ന് ബാക്കിയുള്ള നടപടികളിലേക്ക് കാര്യങ്ങളൊന്നും തന്നെ എത്തിയില്ല എന്നുള്ളതാണ്. ഇതിലൊരു ഭാഗം ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടെട്രാപോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കടലിൽ വെച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ ഇതിനുള്ള ശാശ്വത പരിഹാരം, ഈ കടലാക്രമണത്തിൽ ഒരു വലിയ രീതിയിലുള്ള പരിഹാരം കാണാൻ സാധിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള സ്ഥലത്ത് ഏതാണ്ട് ആദ്യം 10 കിലോമീറ്റർ പറഞ്ഞിരുന്നു, അതിൽ 7 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയാക്കിയത്. ആ ഘട്ടം വന്നപ്പോൾ വകയിരുത്തിയ തുക അത് തീർന്നു എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കി തുടർ നടപടികളിലേക്ക് പണം ലഭ്യമല്ല എന്നുള്ള ഒരു കാര്യമാണ് സർക്കാർ ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളതാണ് ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനുള്ള തുക, ഇത്തരത്തിൽ വലിയ രീതിയിലൊരു തുക കണ്ടെത്തേണ്ട സാഹചര്യമില്ല. ഇവർ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ആ നിലയ്ക്ക് കാര്യങ്ങൾ വളരെ വേഗം തന്നെ എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഈ കണ്ണമാലി പ്രദേശം മാത്രമല്ല ഇവർ പറയുന്നത്, ഈ തീര സംരക്ഷണം എന്ന് പറയുന്നത് തുടർന്നുള്ള പ്രദേശങ്ങൾ മുഴുവൻ, ഈ തീരത്തിലൂടെ ഇത് അങ്ങ് വരെ ഉള്ള സ്ഥലം, അത് കൃത്യമായ രീതിയിൽ ഫോർട്ട് കൊച്ചി വരെ, കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലാണ് അടിയന്തരമായി ടെട്രാപോഡുകളും പുലിമുട്ടുകളും കടൽഭിത്തി നിർമ്മിക്കണമെന്നുള്ളൊരു ആവശ്യം ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ കൊച്ചിൻ പോർട്ട് ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് ലഭ്യമാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ചെല്ലാനം കൊച്ചി തീരം പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ നേരിടുന്ന ഈ കുടിയൊഴിപ്പിക്കൽ ഭീതി, ഒപ്പം തന്നെ ആ ഒരു പുനരധിവാസം, കുടിയൊഴിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ള നിലയിലേക്കല്ല കാര്യങ്ങൾ, മറിച്ച് അതിനപ്പുറത്തേക്ക് ഇത് ഏറ്റവും കാര്യക്ഷമമായി തന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. അതിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഈ കണ്ണമാലി പ്രദേശം മാത്രമല്ല, മറിച്ച് ഈ ഒരു തീരം മുഴുവൻ, ഈ ചെല്ലാനം കൊച്ചി തീരം മുഴുവൻ സംരക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 1713 ദിവസമാണ് ഈ സമരം, ഈ സമാന ആവശ്യം ഉന്നയിച്ച്, അതായത് ഒറ്റ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഈ സമരം നടക്കാൻ തുടങ്ങിയിട്ട് 1713 ദിവസമായി. ഇന്ന് രാവിലെ 6 മണി മുതലാണ് ഇവർ റോഡ് ഉപരോധം എന്നുള്ള സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു തീരുമാനമാകാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നിവർ ഉറച്ചു പറയുകയാണ്. ശരി, ബി, വ്യക്തമാണ്. എന്തായാലും ഈ കടലാക്രമണവും കടൽക്ഷോഭവും അതുപോലെ തന്നെ ഈ കടൽ തീരം സംരക്ഷിക്കലുമൊക്കെ നിയമസഭയിലുമൊക്കെ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഒക്കെ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ തീരദേശവാസികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിപക്ഷ നേതാക്കളുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ നടപടികൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ രാവിലെ 6 മണി മുതൽ ഈ വഴിയിലിരുന്നു കൊണ്ട് വയസ്സായവരുമുണ്ട്, കുട്ടികളുമുണ്ട്, ഒക്കെയുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇങ്ങനെ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോൾ ഇത് ചെറിയൊരു കാര്യമല്ല, നിസ്സാര കാര്യമല്ല. മുതലപ്പുഴയും ചെല്ലാനവും ഒക്കെ തന്നെ കേരളത്തിന് ഒരു തീര ദുരിതമായി, അല്ലെങ്കിൽ ദുരന്ത ഭൂമികളായി മാറുമോ എന്നുള്ളത് തന്നെയാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. ചെല്ലാനം കൊച്ചി തീരത്ത് കരിങ്കൽ ഭിത്തിയും ടെട്രാപോഡും സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ഇനിയൊരു ഇടവേളയാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആകുന്നു. തിരിച്ചു വരാം.